ഇന്ന് വെള്ളിയാഴ്ച. ഇന്നത്തെ ജോലി എന്ന് പറയുന്നത് ഫസ്റ്റ് സുബഹി നമസ്കാരം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വണ്ടി കഴുകുന്നൊരു പണിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. പക്ഷേ വീഡിയോ എടുക്കാൻ ആളില്ല, ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കുറവ് ഇവിടെ കാണും. അപ്പോൾ വണ്ടി കഴുകുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എല്ലാവർക്കും, വണ്ടി ഓടിക്കുന്ന ആളുകൾക്ക് അറിയാം വണ്ടി കഴുകുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു വിഷ്വലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വണ്ടി കഴുകി തുടക്കുകയാണ്. ചില ആളുകൾ വിചാരിക്കുന്നത് എന്തിനാണ് ഇപ്പം ഇത്ര കഷ്ടപ്പെട്ടുകൊണ്ട് ഈ വീഡിയോ എടുക്കുന്നത്. അല്ല, നമ്മളൊരു ജോലി ചെയ്യുമ്പോഴേ നമ്മൾ നിങ്ങളെ കാണിക്കണം. ഗൾഫിലെ ജോലി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അറബി വീട്ടിൽ ജോലിക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ ജോലിയിൽപ്പെട്ടതാണ് ഈ വണ്ടി കഴുകുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങളെയും കൂടി അറിയിക്കണം. നമ്മളെ ജോലിയുടെ ഒരു ഭാഗമാണത്. അത് നിങ്ങളെയും കൂടി അറിയിക്കുന്നു എന്ന് മാത്രം. ഇത് കൂടാതെ വേറെ 2 വണ്ടിയും കൂടി ഉണ്ട് കഴുകാൻ. ഇത് കഴുകിക്കഴിഞ്ഞിട്ട് വേണം ആ 2 വണ്ടിയും കൂടി കഴുകാനായിട്ട്. അത് വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വണ്ടി. ഒന്ന് ഞാൻ ഓടിക്കുന്ന ബെൻസ്, ഒന്ന് നമ്മളെ മേഡത്തിൻ്റെ മോള്. അതായത് ഞാൻ വരുമ്പോൾ പെൺകുട്ടി ചെറുതായിരുന്നു, ബാലവാടി പോയ പെൺകുട്ടിയായിരുന്നു. അവളിപ്പോൾ എൻജിനീയറാണ്, സിവിൽ എൻജിനീയറാണ്. അപ്പോൾ അവളൊരു വണ്ടിയുണ്ട്, അതും കൂടി കഴുകണം. ആ 2 വണ്ടി കഴുകിക്കഴിഞ്ഞാൽ വെള്ളിയാഴ്ച വണ്ടി കഴുകൽ പ്രോഗ്രാം കഴിഞ്ഞു. പിന്നെ അതിന് ശേഷം പിന്നെ ജുമാ കഴിഞ്ഞ് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ടാണ് പിന്നത്തെ ജോലി കിടക്കുന്നത്. എന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ബെൻസ് വണ്ടി, ഈ വണ്ടിയാണ് നമുക്ക് കഴുകേണ്ടത്. പക്ഷെ ഇന്ന് കച്ചറ കൂടുതലില്ലാത്തതിന് പേരിൽ വെള്ളം അടിച്ച് കഴുകണില്ല. കാരണം വെള്ളം അമൂല്യമാണ്, അതിനെ പാഴാക്കാൻ പാടില്ല. അപ്പോൾ എന്തു ചെയ്യും, ഒരു പൊടി തട്ടുന്ന ഒരു സംഭവമുണ്ട്, പൊടി തട്ടിയുണ്ട്. അതെടുത്തിട്ട് നമ്മൾ ആ പൊടി തട്ടിയിട്ട് വെള്ളം മുക്കി തുടക്കുകയാണ് ചെയ്യുക. ഈ ഒരു വണ്ടി കഴുകണം, ഈ ഒരു വണ്ടി കഴുകണം. ഇതാണ് പെൺകുട്ടിയുടെ വണ്ടിയാണിത്. ഈ 2 വണ്ടി തുടച്ച് ക്ലീനാക്കാൻ പോവുകയാണ്. ഇതെങ്ങനെ പൊടി തട്ടുന്നത് ഞാൻ കാണിച്ചു തരാം. എന്നില്ല, ഈ സാധനം കൊണ്ട് ഇങ്ങനെ തൂത്തുകളയും പൊടി. ഇതിൻ്റെ മുകളിലൊക്കെ ഉണ്ടാവും, അതിങ്ങനെ തൂത്തുകളയും. നമ്മുടെ നാട്ടിലെ പോലെ വല്ലാണ്ട് ചെളി പിടിക്കണ സംഭവമില്ല ഇവിടെ. ചെളി പിടിക്കും, മഴ പെയ്യുന്ന സമയത്താണെങ്കിൽ ചെളി പിടിക്കും, എന്നല്ലാതെ അല്ലാത്ത സമയത്ത് വെറുതെ പൊടി വേണ്ട. അപ്പോൾ ക്ലീൻ ആയിക്കൊണ്ട് വരണണ്ട. അപ്പോൾ ഇതിങ്ങനെ തൂത്ത് കളഞ്ഞതിന് ശേഷം ഈ ബക്കറ്റിൽ വെള്ളം എടുത്ത് വന്നിട്ട് മുക്കി തുടക്കും. വെള്ളം വെറുതെ പാഴാക്കാൻ പാടില്ല. കാരണം വെള്ളം കിട്ടാതെ ഇഷ്ടം പോലെ ജനങ്ങൾ നമ്മുടെ നാട്ടിലും മറ്റു നാടുകളിലുമൊക്കെ ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അതിന് വെള്ളം അധികം പാഴാക്കാൻ പാടില്ലെന്ന് ഇസ്ലാമിൽ തന്നെ പറയുന്നുണ്ട്, കാര്യമുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ വെള്ളം വല്ലാണ്ട് ഉപയോഗിക്കരുത്. ആവശ്യത്തിന് മാത്രം, കച്ചറ കണ്ടു കഴിഞ്ഞാൽ മാത്രം വെള്ളം ഉപയോഗിക്കുക. ഇത് എനിക്ക് മാത്രമല്ല കേട്ടോ, ഇത് വണ്ടി കഴുകുന്ന എല്ലാവർക്കും ബാധകമാണ്. വണ്ടിയിൽ നിന്നല്ല, അപ്പോൾ കുളിക്കുകയാണെങ്കിൽ തന്നെ അതിന് വിട്ടിട്ടുള്ളൊരു കുളി. ചില ആളുകളുണ്ടല്ലോ, ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ ബാത്റൂമിൻ്റെ ഉള്ളിലുള്ള വെള്ളം തീർന്നാലും ബാത്റൂമിൽ പുറത്തിറങ്ങില്ല. അങ്ങനത്തെ ചില ആളുകൾ, എല്ലാ ആളുകളല്ല കേട്ടോ, മൊത്തത്തിലെ ആളുകളെ അധിക്ഷേപിക്കണം എന്നല്ല ഞാൻ പറയണത്. പൊടി പോകണമുണ്ട്, ഇത്ര ഉള്ള പണി. എന്നിട്ട് ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് ആ വെള്ളം മുക്കി അവിടെ തുറക്കും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. സുബഹി നമസ്കാരം കഴിഞ്ഞ് വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് വന്നിട്ട് ചായ കുടിക്കേണ്ട ആളുകൾ ചായ കുടിക്കും, പിന്നെ എന്തെങ്കിലും വെള്ളം കുടിച്ചിട്ട് വന്നു ഇത് കഴിഞ്ഞിട്ട് വേണം ഇങ്ങനെ നാസ്താക്കാൻ. അല്ല പൊടി പോണ നോക്കിയായിട്ട് ഇത്രയുള്ളത്. നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് തന്നെ കണ്ടിന്യൂ ചെയ്യാം, കാരണം എളുപ്പമാണ്, അല്ലാണ്ട് വഹിച്ചില്ല. വണ്ടി ക്ലീനായി കിട്ടിയാൽ മതി നമുക്ക്. ഇതാണ് സാധനം, ഇതുകൊണ്ടാണ് പൊടി തട്ടണത്. ഇത് പൊടി തട്ടിയ സ്ഥലമാണ്. പൊടി തട്ടാത്ത സ്ഥലത്താണ് പാണ്ട് പോലെ കണ്ട ഇതിനെ കണ്ട ഇങ്ങനെ തട്ടും. കണ്ട ഇത് തട്ടുമ്പോൾ ആ പൊടിയാണ് പോയി കിട്ടും. പക്ഷേ മഴയുള്ള സമയത്ത് നടക്കില്ല കേട്ടോ ഈ പരിപാടി. മഴയുള്ള സമയത്ത് നമ്മൾ വെള്ളം ചിലവാക്കി തന്നെ വണ്ടി കഴുകിയെങ്കിലേ വൃത്തിയാകുള്ളൂ. ഇത് മഴ ഒന്നുമില്ല, നല്ലൊരു ക്ലൈമറ്റ് അതിൻ്റെ പേരിലാണ് ഇങ്ങനെ ചെയ്യണത്. നമ്മളങ്ങനെ മഴ ഉണ്ടാകാറില്ല, വർഷത്തിൽ 1-2 മഴ കിട്ടിയാൽ കിട്ടി. അതും ഈ പ്രാവശ്യം മഴ പെയ്തിട്ടില്ല. ഖത്തറിൽ ചിലയിടങ്ങളിൽ മാത്രം ചെറുതായിട്ടൊന്നും മഴ ചാറിപ്പോയി എന്നല്ലാതെ വല്ലാണ്ടൊന്നും മഴ ഇവിടെ ഖത്തറിൽ കിട്ടിയിട്ടില്ല. അതിൻ്റെ പേരിൽ തണുപ്പും കുറവാണ്. മഴ പെയ്താലേ തണുപ്പുണ്ടാവുള്ളൂ. ഗൾഫിലെ കാലാവസ്ഥ മാറ്റം എന്ന് പറയുന്നത് വ്യാഴാഴ്ചയാണ് കാലാവസ്ഥ മാറ്റം ഉണ്ടാകുന്നത്. പിന്നെ മഴയാണെങ്കിൽ ഒരു 2 ദിവസം 3 ദിവസമൊക്കെ മഴ ഉണ്ടാകും. അത് നമ്മുടെ നാട്ടിൽ പോലെ നിന്ന് വീണ പണിയൊന്നുമില്ല. ഒരു പെയ്താണ് പോവും, പിന്നെ വേറെ ദിവസം ലേശം പെയ്യും. അതെ, എന്താ പൊടി പോകണം നോക്കിയിട്ട്. അപ്പോൾ പൊടി പോകില്ല എന്ന് ആരും വിചാരിക്കണ്ട, പൊടി പോകും. അപ്പോൾ പ്രത്യേകം ഹൗസ് ഡ്രൈവർമാരോട് പറയാനുള്ളത്, വെള്ളം നിങ്ങൾ കൂടുതൽ ചിലവാക്കാതിരിക്കുക. ഇങ്ങനത്തെ പണികൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമയ ലാഭമാണ്, വെള്ളവും അല്ലാണ്ട് ചിലവാകില്ല. മനസ്സിലായോ? ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മളെ കുടിവെള്ളത്തെ സംരക്ഷിക്കുക, നിലനിർത്തുക. എൻ്റെ വീഡിയോ നിങ്ങൾ കഴിയുന്ന പരമാവധി ഷെയർ ചെയ്യുക, കാരണം എല്ലാവർക്കും ഉപകാരപ്രദമാകട്ട ഒരു വീഡിയോ ആകട്ടെ. അല്ല, പറഞ്ഞ നേരം കൊണ്ട് വണ്ടി ക്ലീനിങ് കഴിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഈ പൊടി തട്ടൽ കഴിഞ്ഞിട്ട് വേണം ബക്കറ്റിൽ വെള്ളം എടുത്ത് തുടക്കാൻ. അപ്പോൾ ഏകദേശം പൊടി തട്ടൽ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പൊടി തട്ടൽ കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ തണുത്ത കാലാവസ്ഥയുടെ പേരിൽ ചെറിയൊരു കാറ്റുണ്ട്, ചെറുതായിട്ടൊരു കാറ്റുണ്ട്. നമ്മൾ അരികിലെ പൊടി മാറുന്നത്. ഇവിടെ പൊടി എന്ന് പറഞ്ഞാൽ സിമെൻറ്റിൻ്റെ അതേ സൈസാണ് ഇവിടുത്തെ പൊടി. നമ്മൾ തുടച്ച് അപ്പുറത്തേക്ക് മാറുമ്പോൾ ഇപ്പുറം പൊടി പിടിച്ചിട്ടുണ്ടാവും. അത് എങ്ങനെ വണ്ടി കഴുകിയിട്ടും കാര്യമില്ല. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളായിട്ട് നമ്മുടെ ജോലി സംബന്ധമായതും ഇനി ഓട്ടം പോകുന്ന സമയത്ത് കിട്ടുന്ന വീഡിയോസും ഒക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എൻ്റെ അറബി വീട്ടിലെ എന്താണ് ജോലി, ഞാൻ ചെയ്യുന്ന ജോലി എന്താണ്. ഇയാൾ ഏത് സമയത്തും ഓൺലൈനിൽ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണോ അങ്ങനെയൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. അല്ല, ഇത് തന്നെ എൻ്റെ ജോലി. അറബി വീട്ടിലെ പണിയാണ് എൻ്റെത്. അപ്പം പറയാനൊരു മടിയില്ല, കാരണം 10-28 വർഷമായിട്ട് ഞാനും എൻ്റെ കുടുംബവും എന്നെ ആശ്രയിക്കുന്ന കുറച്ച് ആളുകളും ഒക്കെ ഇതുമെന്ന് തന്നെയാണ് ജീവിച്ചു പോകുന്നത്.
അപ്പോൾ അതിൻ്റെ പേരിൽ എൻ്റെ ജോലിയെക്കുറിച്ച് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല. ഗൾഫിലാണ് ആളുകൾ ഇത് വിചാരിക്കും, അങ്ങനത്തെ ഒരു ചിന്താഗതി ഒന്നും എനിക്കില്ല. നമ്മൾ കാര്യങ്ങൾ സത്യസന്ധമായി ജനങ്ങളിലേക്ക് എത്തിക്കും. ഓക്കെ, എൻ്റെ വീഡിയോ നോക്കിയ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.